ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ധാരാളം വിഷയങ്ങളിലായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടോക്ക് നടത്തിയിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ കുട്ടികളെ എങ്ങനെ പരിപാലിക്കണം, അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്ന വിഷയമാണ്. ഈ വിഷയം സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കേട്ടിട്ടുള്ളവർ അത് സ്കിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കുകയോ ചെയ്യുക. ധാരാളം ആവശ്യക്കാരുള്ളത് കൊണ്ടാണ് പറയുന്നത്. കാരണം ഫേസ്ബുക്ക് ഉപയോഗിക്കാത്തവർ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് ഇൻകൺവീനിയൻസ് വരികയാണെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അതായത് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സ്വന്തം കാലിൽ നിർത്താനുള്ള പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ജീവിക്കണം എന്നാൽ മറ്റ് മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെയെല്ലാം വലിയ പരിശീലനം, കൊടിയ പരിശീലനവും പരിപാലനവും ഒക്കെ ആവശ്യമുള്ള അത്. മറ്റ് മൃഗങ്ങളോ മറ്റതൊക്കെ ആണെങ്കിൽ തന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ എഴുന്നേറ്റ് ഓടുന്ന കാളക്കുട്ടികളെയും പശുക്കുട്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പൂച്ചക്കുട്ടികളാണ് 10-15 ദിവസം കൊണ്ടാണ് അവർ സ്വയം പര്യാപ്തിയിലെത്തുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അപ് ടു 7 ഇയേഴ്സാണ്. 7 ഇയേഴ്സ് ആകുമ്പോൾ കുട്ടി കാര്യങ്ങൾ പറയാനും സ്വന്തം കാര്യം ചിന്തിക്കാനും ഒക്കെ തുടങ്ങും. എന്നാലും തുടങ്ങത്തേ ഉള്ളൂ നമ്മൾ മുമ്പോട്ട്. അപ്പോൾ ഒരു കുട്ടി എങ്ങനെയൊക്കെയായിരിക്കും ഒരു കുട്ടിയെ പരിപാലിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് സാധാരണക്കാർ ഒരുമാതിരി ധനിക കുടുംബങ്ങളിലുള്ളവർക്കൊക്കെ അവരുടേതായ സ്റ്റാറ്റസും അവരുടെ പരിശീലന കളരികളും അവരുടെ ബന്ധങ്ങളും ക്ലബ്ബുകളും ഒക്കെ ഉണ്ട്. പക്ഷേ സാധാരണക്കാർ അവരുടെ ജീവിത വ്യഗ്രതയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര പരിശീലനം ചെറുപ്പം മുതലേ കൊടുക്കാൻ വിട്ടുപോകുന്നു. പിന്നെ ഭാഗ്യം കൊണ്ട് കുറേ കുട്ടികളൊക്കെ പഠിച്ച് മുന്നേറി വരുന്നു എന്നല്ലാതെ ഒരു എഫേർട്ട്, പർപ്പസ്ഫുള്ളി ഗൈഡൻസ് കുറേ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അതാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ അംഗനവാടികളിലൂടെയും ഒക്കെ അത് മാറ്റപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യാൻ ആളുകൾ ആവശ്യപ്പെടുന്നത് നമ്മൾ പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്, നമുക്ക് ഏറ്റവും വേണ്ട ഇവിടെ സ്കൂളിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കരുത്. ഇപ്പോഴത്തെ കാലം നമ്മൾ ശ്രദ്ധിക്കണം, അവരോട് ചോദിക്കണം. സ്കൂളിൽ നിന്ന് വരുമ്പോൾ മക്കളെ, ഇപ്പോൾ അമ്മയും ജോലിക്കാരാണെങ്കിൽ അവർ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഫ്രഷായി കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വിളിച്ച് ചോദിക്കണം, എന്താണ് മോനെ സ്കൂളിൽ നടന്നത്, എന്താ പഠിപ്പിച്ചത് ചോദിക്കുക. അപ്പോൾ അവരത് അവർക്ക് വലിയ ഇഷ്ടം അതൊക്കെ പറയാം കുഞ്ഞുകാലങ്ങളിൽ. മുതിർന്ന ക്ലാസ്സിൽ വരുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ കുഞ്ഞുകാലങ്ങളിൽ ടീച്ചറമ്മ അത് പറഞ്ഞു, അല്ലെ ആ ടീച്ചർ ഇത് പറഞ്ഞു എന്നൊക്കെ പറയും. അതൊരു തുടക്കമാണ്. അങ്ങനെ ചോദിക്കുന്നവർക്ക് MBBS പഠിക്കുമ്പോഴും ചോദിക്കാൻ പറ്റും. അവരത് പറയും, കാരണം അവരുടെ ട്രെയിനിങ് അതാണ്. ഓക്കെ, നിങ്ങൾ കുട്ടിയെ ഫോളോ ചെയ്യണം, അവരെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, രണ്ടാമത് ഹോംവർക്ക് ഒരു കാരണവശാലും നമ്മൾ ചെയ്തു കൊടുക്കരുത്. ചില അത്യാവേശക്കാരായിട്ടുള്ള മാതാപിതാക്കൾ ചെയ്യരുത്. അവർക്ക് പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്ത് മാത്രമേ അത് ചെയ്യിക്കാവൂ. ഓക്കെ, ഹോംവർക്ക് അവർ തന്നെ ചെയ്യണം, വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം നമ്മൾ. ഓക്കെ, പിന്നെ അപ്പോൾ അതങ്ങനെ ക്രമാനുക്രമമായിട്ട് അങ്ങ് പോകും പഠനം. ഓക്കെ, പഠനത്തിൻ്റെ ഭാഗം അങ്ങനെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പാഠഭാഗങ്ങൾ എല്ലാ വിഷയങ്ങളും ഇല്ല. പക്ഷേ നമ്മുടെ കൾച്ചറിൽ പാഠഭാഗം പഠിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി അടുത്ത ക്ലാസ് അങ്ങനെ പോകും. പക്ഷേ അങ്ങനെ പോയിട്ട് കാര്യമില്ല. നല്ല എക്സ്ട്രാ ഓർഡിനറി കാലിബറുള്ള കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാനും അവരെ കൊണ്ട് ചിന്തിപ്പിക്കാനും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ത്വര വളർത്താനും ശ്രമിക്കണം. ഒരു റിസർച്ച് സ്കില്ല് വളർത്തിയെടുക്കണം ആ ചെറുപ്പം തൊട്ടേ. ഇപ്പോൾ ഫുട്ബോളാണ്, ഫുട്ബോളിനെ പറ്റി മറഡോണ തൊട്ട് പെലെ തൊട്ട് ഇങ്ങോട്ട് ഏതൊക്കെ മത്സരമുണ്ട് എന്നുള്ള കാര്യം തൊട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സ്കൂളിൽ പഠിപ്പിക്കുന്ന കളിസ്ഥലങ്ങൾ എന്ന വിഷയമായിരിക്കാം. അപ്പോൾ ആ വിഷയം ഉദാഹരണം പറഞ്ഞ് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഫുട്ബോൾ കളിയുണ്ട്, ക്രിക്കറ്റ് കളിയുണ്ട്, ഫുട്ബോൾ കളിയുടെ താരങ്ങൾ ആയിരിക്കും, അവരെ ജിജ്ഞാസുവാക്കുന്ന രീതിയിലുള്ള അത് പറഞ്ഞു കൊടുക്കണം. ക്രിക്കറ്റാണെങ്കിൽ പറയും സച്ചിൻ ടെണ്ടുൽക്കർ, നമ്മുടെ വൺ അമംഗ് ലെജൻഡ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആവേശമുണ്ടായി കൊടുക്കുന്നത്. പിന്നെ കത്തിപ്പടർന്നുള്ളൂ. ഓക്കെ, അതായിരിക്കണം ഒരു രംഗം. രണ്ടാമത്തെ കാര്യം,
കൊച്ചുകുട്ടികൾ വളർന്നു വരുമ്പം അവന് പ്രതിരോധിക്കാനൊന്നും അറിയത്തില്ല. വെള്ളം കണ്ട അവൻ ചാടും. അപ്പോൾ നമ്മൾ ഒരു 5 വയസ്സ് പറ്റുമെങ്കിൽ 4 വയസ്സ് തന്നെ അതിന് നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോകണം. ഏതെങ്കിലും നല്ല ട്രെയിനറുള്ള നീന്തൽ സ്ഥലത്ത് നീന്തൽ പഠിപ്പിക്കണം. നീന്തൽ പഠിപ്പിക്കുമ്പോൾ മാതാവിനോ പിതാവിനോ അറിയത്തില്ല, അവരുടെ കൂടെ പഠിക്കണം. അത് വളരെ അത്യാവശ്യമുള്ള കാര്യം. എത്രയോ കുട്ടികളാണ് അങ്ങനെ. കഴിഞ്ഞ ദിവസം 2 കുട്ടി, ഒരാൾ അനിയൻ വീണു, അന്വേഷിക്കാൻ ചേട്ടൻ ചാടി, ചേട്ടൻ ആദ്യം മരിച്ചു, അനിയൻ മരിച്ചു. 3 ദിവസം മുമ്പത്തെ കാര്യം പറയുന്നു. നീ വീഡിയോ എടുക്കുന്നതിന് ഇത്ര സമയം. അതുപോലെ എത്ര സംഭവങ്ങൾ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നിർബന്ധമായും, നമുക്ക് ജോലിയുണ്ട്, തിരക്കാണ്, നമ്മളൊരു ഓഫീസറാണ്, അല്ലെങ്കിൽ നമ്മൾ കൂലിപ്പണിക്കാരാണ്, അല്ലെങ്കിൽ മത്സ്യ വിൽപ്പനക്കാരനാണ്, എന്തായിക്കോട്ടെ, വാട്ട് യു ആർ ഡൂയിങ് ഈസ് ഗ്രേറ്റ് ആൻഡ് അഡ്മിറ്റബിൾ, അഡോറബിൾ. ഓക്കെ, അപ്പം അത് നല്ലത് തന്നെ. പക്ഷേ നിങ്ങളുടെ കുട്ടിക്ക് നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുപോകണം. വന്നെങ്കിൽ ഹസ്ബൻഡ് അല്ലെ വൈഫ് കൊണ്ടുപോയിരിക്കണം, പഠിക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. അതിനുശേഷം കുട്ടി 5ാം ക്ലാസ്സിൽ വരുമ്പം ഏകദേശം 10 വയസ്സ് 11 വയസ്സൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ 12 വയസ്സാകുമ്പോൾ കരാട്ടയോ കുങ്ഫോ കളിയോ പഠിപ്പിക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ അവനെ നിയന്ത്രണം കിട്ടാൻ വേണ്ടിയാണ്, അവന് സ്വയം അവനെപ്പറ്റി ഒരു കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടിയാണ്. ആരെയും മെക്കിട്ട് കയറിയോ തല്ലുണ്ടാക്കാനൊന്നുമല്ല. പക്ഷേ അവൻ്റെ ആ ഒരു ഭൗതിക ചിന്തകളും എല്ലാം അവൻ്റെ കരുത്തിനെ ആശ്രയിച്ച്. ഒരു ഭീരുവിന് ഒരിക്കലും ഒരു നാട് ഭരിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. അല്ല, നാട്ടിനെ നിയന്ത്രിക്കാൻ പറ്റുമോ, നയിക്കാൻ പറ്റുമോ? ഒരു ഭീരുവിനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അവനിലെ അല്ലെ അവളിലെ സർഗശേഷികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതൊക്കെ പഠിപ്പിക്കാൻ പറയുന്നത്. കരാട്ടയോ കുങ്ഫു കളരി ഏതെങ്കിലും ഒന്ന് പഠിപ്പിക്കണം. അതുപോലെ +2 എടുക്കുമ്പോൾ അവന് ഡ്രൈവിങ് പഠിപ്പിക്കണം. ഇപ്പോൾ ഡ്രൈവിങ് നമുക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ തിയറിയൊക്കെ പഠിപ്പിക്കാം. മോട്ടോർ വാഹനത്തിൻ്റെ അന്തർഗമനവും ബഹിർഗമനവും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എൻജിനെ അങ്ങനെ അവനെ അല്ലെ അവളെ പ്രാപ്തിയാക്കി എടുക്കുക. അപ്പം ഡ്രൈവിങ് 12ാം ക്ലാസ് കഴിയുമ്പോൾ അവൻ നല്ലൊരു നീന്തൽക്കാരനായിരിക്കണം. കരാട്ടയിലോ കുങ്ഫുവിലോ കളരിയിലോ ഒരു അഭ്യാസിയായിരിക്കണം. ഒരു നല്ല ഡ്രൈവറായിരിക്കണം. അപ്പോൾ അവൻ്റെ ആ നിലനിൽപ്പിന് വേണ്ട പ്രാഥമികമായ എക്യുപ്മെൻറ്റ്സ് ആയി. അതോടൊപ്പം എഡ്യൂക്കേഷൻ കൂടെ ആകുമ്പോൾ നല്ല ഉത്തമ പൗരനായി വളർന്നു വരും. നമുക്കും നമ്മുടെ കുടുംബത്തിനും നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും അഭിമാനമുള്ള ഉത്തമ പൗരനെ സൃഷ്ടിക്കാനത് ഉപകരിക്കും. ഇതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പറ്റത്തില്ല. ഇന്ന് നാളെ നടത്താനൊന്നും പറ്റത്തില്ല. കറക്റ്റായിട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ടും കൊണ്ടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ.